ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ഫാക്ട്സ്. അപ്പോൾ നമ്മൾ ജനുവരി മാസത്തെ കറണ്ട് അഫെയർ അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കണം. അറിയാലോ, കറണ്ട് അഫെയറിന് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള 20 മാർക്കോളം കറണ്ട് അഫെയറിന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് നോക്കി തന്നെ പോവുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ എടുത്ത് പറഞ്ഞാൽ പോയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ്. ഒരു 16 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഒരു 8 ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള 8 ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ചെയ്ത് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് PSC ബുള്ളറ്റിനിൽ വന്നിട്ടുള്ള ഈ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദ ഫാർമർ ഫ്രണ്ട്ലി പോർട്ടൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ തെലങ്കാന ഗവൺമെൻറ്? അപ്പോൾ തെലങ്കാന ഗവൺമെൻറ് ഈ അടുത്തിടയ്ക്ക് ഒരു ഫാർമർ ഫ്രണ്ട്ലി പോർട്ടൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണതെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണത്? ഭൂമാത എന്നാണ് അതിൻ്റെ പേര്. ഭൂമാത. ഓപ്ഷൻ എ ആണ് ആൻസർ. അതായത് ഇതിനു മുമ്പ് തെലങ്കാനയിൽ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പേര് ധരണി സിസ്റ്റം എന്നായിരുന്നു. ധരണി. അതിൻ്റെ എതിരായിട്ട് ഒരുപാട് കംപ്ലൈൻറ്റ്സ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഫാർമേഴ്സ് എല്ലാം കൂടെ ചേർന്ന് കംപ്ലൈൻറ്റ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കും കൂടെ ഒരു സൗകര്യാർത്ഥമാണ് ഈ ഭൂമാത എന്ന് പറയുന്നൊരു പോർട്ടൽ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിൽ എൻ്റെ ഭൂമി എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ നമുക്കറിയാം. ഡിജിറ്റൽ റീസർവേ മിഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവന്ന ഒരു ആപ്ലിക്കേഷനാണ് ലോക്കൽ റവന്യൂ അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗമായിട്ടുള്ള എൻ്റെ ഭൂമി. അതുപോലത്തെയാണ് തെലങ്കാനയിലെ ഭൂമാത എന്ന് പറയുന്നത് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പം അത് ഫാർമർ ഫ്രണ്ട്ലി പോർട്ടലാണ് ഇപ്പോൾ ആക്കിയേക്കുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് കൺട്രി ഈസ് ദ ഹോസ്റ്റ് ഓഫ് 2034 ഫിഫ വേൾഡ് കപ്പ്? 2034 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇപ്പം അടുത്തിടയ്ക്ക് അത് അനൗൺസ് ചെയ്തത് സൗദി അറേബ്യയാണ് 2034 ഫിഫ വേൾഡ് കപ്പിൻ്റെ വേദിയായിട്ട് ഫിഫ അനൗൺസ് ചെയ്തത്. അതിൻ്റെ പേരിൽ സൗദി ഭയങ്കര ആഘോഷങ്ങളും 2 ദിവസത്തെ ഹോളിഡേ ഒക്കെ പ്രഖ്യാപിച്ച് നമ്മൾ ന്യൂസിലൊക്കെ കണ്ടതാണ്. അപ്പോൾ ഓർത്തിരിക്കാം, 2034 സൗദി. ഇതിനു മുമ്പ് ഖത്തറായിരുന്നു മിഡിൽ ഈസ്റ്റ് നേഷൻസിൽ ഈ ഫിഫ വേൾഡ് കപ്പ് ഹോസ്റ്റായിട്ട് നമുക്ക് ഉണ്ടായിരുന്ന വേൾഡ് കപ്പ് 2022 ഖത്തറായിരുന്നു. ഖത്തർ നമുക്കറിയാം, അതിൽ അർജൻറ്റീനയാണ് കപ്പടിച്ചത്. 2022 ഖത്തറായിരുന്നു. ഖത്തർ. ഇപ്പം 2034 അടുത്ത സൗദി. 2030 ആണെങ്കിൽ ഹോസ്റ്റ് ചെയ്യുന്നത് സ്പെയിനാണ്. മൊറോക്കോയും അമേരിക്കൻ കൺട്രീസും ചേർന്നാണ് 2030 ഹോസ്റ്റ് ചെയ്യുന്നത്. 2030. അപ്പം നമുക്ക് സംശയം കാണും, 2022 കഴിഞ്ഞ് ഇനി 2026 2026 എവിടാണ്? നോർത്ത് അമേരിക്കൻ കൺട്രീസിലാണ്. നോർത്ത് അമേരിക്കൻ കൺട്രീസിലെ മെയിനായിട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ് 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത്. 2026 മോസ്റ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് US ആണ്. പിന്നെ കൂടാതെ മെക്സിക്കോയും കാനഡയും എന്തായിട്ടുണ്ട്? ഹോസ്റ്റുകളായിട്ടുണ്ട്. കാനഡയും ഹോസ്റ്റുകളാണെന്നോട് ഓർത്തിരിക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, 2034 സൗദി അറേബ്യയാണ്. സൗദി അറേബ്യ. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. വിച്ച് കൺട്രി ഹാസ് ഇറാഡിക്കേറ്റഡ് ദ ഇൻവേസീവ് സ്പീഷീസ് നോർത്ത് ജൈൻ ഹോണറ്റ്? ഈ നോർത്ത് ജൈൻ ഹോണറ്റിനെ ഇപ്പോൾ ഇൻവേസീവായിട്ട് ഇറാഡിക്കേറ്റ് ചെയ്തത് ഏത് കൺട്രി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതിന് കാരണമുണ്ട്. അതിൻ്റെ കാരണം
അത് കൃഷിയൊക്കെ വലിയ നാശം ഉണ്ടാക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. അതുകൊണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഓർത്തിരിക്കണേ. അപ്പം ഇത് ഒരു അവിടുത്തെ കൃഷിക്കാർക്കൊരു ഭീഷണി ആയതുകൊണ്ടാണ് ഇതിനെ ഇറാഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. Where was India's first bio-bitumen highway inaugurated? അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ബയോബിറ്റുമിൻ ഹൈവേ ആണ് എവിടെയുള്ളത്? നാഗ്പൂർ ഉള്ളത്. നാഗ്പൂർ ഇന്ത്യയിലെ ഇത് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, ഓർത്തിരിക്കുക. ഏതൊരു പരീക്ഷയ്ക്ക് SSC RRB ഏതിന് പോയാലും ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. ഇന്ത്യസ് ഫസ്റ്റ് ബയോബിറ്റുമിൻ ഹൈവേ ആണ് നാഗ്പൂരിൽ ഈ അടുത്തിടയ്ക്ക് ഇനാഗുറേറ്റ് ചെയ്തിട്ടുള്ളത്. ഓർക്കണേ. അതിൻ്റെ 2 അഡീഷണൽ ഫാക്റ്റ് കൂടെ പറയാം. ഇത് NH44 വന്നിട്ടുള്ളത്. NH44 എന്ന് പറയുമ്പോൾ നാഗ്പൂർ മൻസർ ബൈപ്പാസിലാണ് ഈ റോഡ് പണിയുന്നത്, അതായത് ഈ ഹൈവേ വരുന്നത്. ഈ ബയോബിറ്റുമിൻ ഹൈവേ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് ഈ ബയോബിറ്റുമിൻ ഹൈവേ? നമുക്കറിയാം സാധാരണ റോഡ് ബിറ്റുമിൻ കോളിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്, അതായത് ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ആയിട്ട് വരുന്നത്. അതിന് പകരം ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് ക്രൂഡ് ഓയിലിൻ്റെ ഒരു വകഭേദമായിട്ട് അങ്ങനെ ബിറ്റുമിൻ വഴി റോഡ് നിർമ്മാണത്തിന് ഒരു വഴിവെക്കുക എന്നുള്ള ഒരു രീതിയിലാണ് ഫസ്റ്റ് ബയോ ബിറ്റുമിൻ ഹൈവേ ആയിട്ട് ഈ NH44 ഇപ്പോഴത്തെ ഈ നാഗ്പൂറിൽ ഉദ്ഘാടനം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് എക്കോ ഫ്രണ്ട്ലി ആണ് എന്ന് ഓർത്തിരിക്കുക. ബയോ ബിറ്റുമിൻ എന്താണെന്നൊരു ഐഡിയ മനസ്സിലാവാൻ വേണ്ടി ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. മെയിനായിട്ട് ഓർത്തിരിക്കുക ഇത് NH44 ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ നിതിൻ ഗഡ്കരിയാണ്. നിതിൻ ഗഡ്കരി പ്രസൻറ്റ് ട്രാൻസ്പോർട്ട് മിനിസ്റ്ററാണ്. ഓർത്തിരിക്കുക നിതിൻ ഗഡ്കരി. ഇത്ര മനസ്സിലായോ? അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ. വിച്ച് സ്റ്റേറ്റ് ഈസ് ദ ഹോസ്റ്റ് ഓഫ് വുമൻസ് കബഡി വേൾഡ് കപ്പ് 2025? 2025 ഏതെന്നാണ് ചോദിച്ചത്. എവിടെയാണ്? ബീഹാറാണ്. ബീഹാർ. ഏത് സ്റ്റേറ്റാണ് കബഡി വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്? ബീഹാർ. ബീഹാർ. ഓർത്തിരിക്കണേ, ബീഹാർ. അടുത്ത ചോദ്യം നോക്കൂ. വിച്ച് കൺട്രി ഹാസ് അപ്രൂവ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ദ വേൾഡ്സ് ലാർജസ്റ്റ് ഹൈഡ്രോ പവർ ഡാം ഓൺ ദി ബ്രഹ്മപുത്ര റിവർ? അപ്പം ബ്രഹ്മപുത്ര റിവറിൽ ഇപ്പോൾ ഒരു ലാർജസ്റ്റ് ഹൈഡ്രോ പവർ പ്ലാന്റ് പണിയുന്നുണ്ട്. അപ്പം അത് ഏത് രാജ്യത്തിനാണ് നമ്മൾ അപ്രൂവൽ കൊടുത്തതെന്ന് ചോദിച്ചേക്കുന്നത്? ചൈനയ്ക്കാണ് കേട്ടോ. ചൈനയാണ് ബ്രഹ്മപുത്രയിൽ ഈ ലാർജസ്റ്റ് വേൾഡിലെ തന്നെ ലാർജസ്റ്റ് ആണ് ഹൈഡ്രോ പവർ ഡാം വരാൻ പോകുന്നത്. ഓർത്തിരിക്കുക, ചൈന. അപ്പം ചൈന എന്ന് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വിച്ച് ബേർഡ് വാസ് designated as the official national bird of United States? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ നാഷണൽ ബേർഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാൾഡ് ഈഗിളിനെയാണ് കേട്ടോ. ബാൾഡ് ഈഗിൾ. ഓർത്തിരിക്കണേ, ബാൾഡ് ഈഗിൾ. അപ്പോൾ നമ്മൾ ഇത്രയും ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരു 7-8 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്നുകൂടി ഇത് പറയാം. അവസാനത്തിൽ നിന്ന് ആദ്യത്തിലോട്ട് പോകാം. നമ്മളിപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഈ US-ൻ്റെ ഒഫീഷ്യൽ നാഷണൽ ബേർഡായിട്ട് പ്രഖ്യാപിച്ചത് ബാൾഡ് ഈഗിൾ. ബാൾഡ് ഈഗിൾ എന്ന് ഓർത്തിരിക്കുക, ബാൾഡ് ഈഗിൾ. അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞത് ബ്രഹ്മപുത്ര റിവറിൽ വരാൻ പോകുന്ന വേൾഡ് ലാർജസ്റ്റ് ഹൈഡ്രോ പവർ ഡാം ഏത് കൺട്രിയാണ് നിർമ്മിക്കാൻ പോകുന്നത്? ഏതായിരുന്നു? ചൈന എന്ന് ഓർത്തിരിക്കാം. അടുത്ത ചോദ്യം വുമൻസ് കബഡി വേൾഡ് കപ്പ് 2025 വേദിയാകാൻ പോകുന്നത് ഏതാണ്? ബീഹാറാണ്. ബീഹാറിലെ രാജ്ഗർ സ്റ്റേഡിയം ഓർത്തിരിക്കുക. രാജ്ഗർ, ബീഹാറിലെ രാജ്ഗർ. അപ്പോൾ അവിടെ കുറേ കഴിഞ്ഞ വർഷം ഇതിൻ്റെ വേദിയായിട്ടുണ്ട്. അപ്പം ഇത് ഓർത്തിരിക്കുക. അപ്പോൾ അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. വേർ വാസ് ഇന്ത്യസ് ഫസ്റ്റ് ബയോ ബിറ്റുമിൻ ഹൈവേ? എവിടെയായിരുന്നു ബയോ ബിറ്റുമിൻ ഹൈവേ വരുന്നത്? നാഗ്പൂരിലാണ്. നാഗ്പൂർ. നോർത്തേൺ ജയൻറ്റ് ഹോണറ്റിനെ ഇറാഡിക്കേറ്റ് ചെയ്ത കൺട്രി ഏതാണ്?
യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 2034